പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് ഉടൻ നടത്തിയേക്കും. സവാദിനെ എൻഐഎ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. എറണാകുളം സബ് ജയിലിലാവും തിരിച്ചറിയൽ പരേഡ്. അതേസമയം സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെക്കുറിച്ചും എൻഐഎ അന്വേഷിക്കും. സാലി മുഹമ്മദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സാലി, 13 വർഷങ്ങൾക്ക് ശേഷം സവാദ് പിടിയിലാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ഇത്രയും കാലം എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു, അതിനെ സഹായിച്ചവരാര് എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. SDPIയുടെ അടക്കമുള്ള പങ്കിനെക്കുറിച്ചൊക്കെ സംശയപരമായ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇയാളുടെ ഒളിവ് ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്നത്? മനു, NIA പ്രധാനമായും ഇനി പരിശോധിക്കുന്നത് ഇക്കാര്യം തന്നെയാണ്. ആരാണ് ഇക്കാലം അത്രയും ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സാഹചര്യവും സൗകര്യവും ചെയ്തു കൊടുത്തത്? സ്വാഭാവികമായും അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. SDPI പോപ്പുലർ ഫ്രണ്ട് സംഘടനകളുടെ പ്രവർത്തകരായിരിക്കണം എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, സമീപകാലത്ത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു. അതോടുകൂടി ആ ലിങ്ക് മുറിഞ്ഞുപോയി എന്നാണ് NIA മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് വലിയ തോതിൽ സാമ്പത്തിക സഹായം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ നിരോധനവും മറ്റു പ്രശ്നങ്ങളും വന്നതോടുകൂടി ആ സാമ്പത്തിക സഹായം നിലച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പെട്ടെന്ന് ഇയാളെ വലയിലാക്കാനുള്ള ഒരു സാഹചര്യം സംജാതമായത്. ഏതായാലും NIA ഇതിനകം കണ്ടെത്തിയിരിക്കുന്ന കാര്യം, കുറേ നാളുകളായി ഇയാൾ കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. 8 വർഷം മുമ്പാണ് ഇയാൾ കാസർഗോഡ് സ്വദേശിനെ വിവാഹം കഴിച്ച് അതിനുശേഷം 2 കുഞ്ഞുങ്ങളുണ്ടായി. ഈ കണ്ണൂരായിരുന്നു ഇയാൾ 2 വർഷമായി താമസം. അപ്പോൾ ഈ മട്ടന്നൂർ ഭാഗത്ത് 1 വർഷത്തോളമായി ഈ മട്ടന്നൂർ ബൈരകം ഭാഗത്തുണ്ട് എന്നും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകളായി NIA ഇയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ NIA വലച്ച ഒരു പ്രശ്നം, ഇയാളുടെ പേര് ഷാജഹാൻ എന്നല്ലാതെ സവാദാണ് യഥാർത്ഥ പേര് എന്ന കാര്യം അവിടെ പ്രദേശത്തുകാർക്കോ ഇതുമായി ബന്ധപ്പെട്ട ആർക്കോ അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ സവാദിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഷാജഹാനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രതിയാണ് എന്ന മട്ടിൽ അയാളെ സമീപിക്കാനോ അയാളെ ചോദ്യം ചെയ്യാനോ കഴിയാത്തൊരു സാഹചര്യം വന്നു. ഇനി ഏതെങ്കിലും സംശയാസ്പദമായി അയാൾക്ക് തോന്നിയ അയാൾ വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണം. അതിനിടെയാണ് ഇയാൾക്ക് 2ാമത്തെ കുഞ്ഞ് ജനിക്കുന്നത്. ആ 2ാമത്തെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിനായി അയാൾ മട്ടന്നൂർ നഗരസഭയിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. അതായത് ഈ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷയോടൊപ്പം രക്ഷിതാക്കളുടെ തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം. അങ്ങനെയാണ് ഇയാളുടെ ആധാർ കാർഡ് നഗരസഭയിലെത്തുന്നത്. ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ NIAക്ക് അതിൽ സവാദ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നും ഇയാളുടെ ജന്മദേശം അശമന്നൂർ പ്രദേശംകാരനാണ് എന്നും മനസ്സിലാവുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ഇയാളാണ് എന്ന് NIA ഏതാണ്ട് ഉറപ്പിച്ചു. പക്ഷേ നമുക്കറിയാം, ഇന്നലെ രാവിലെ ഇയാളെ പിടികൂടുന്നതിനായി NIAയും സംഘവും ഒക്കെ അവിടെ എത്തിയപ്പോൾ ഇയാൾ ചെറുത്തു നിന്നു. താൻ ഷാജഹാനാണ്, തനിക്ക് സവാദിനെ അറിയില്ല എന്നൊക്കെയുള്ള വാദമാണ് അയാൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ NIAയുടെ കൈവശം മറ്റൊരു സുപ്രധാന തെളിവുണ്ടായിരുന്നു. കാരണം ഈ സംഭവം, ഈ ഇൻസിഡൻറ്റ്, അധ്യാപകൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റുന്ന ക്രൂരകൃത്യം നടന്ന സമയത്ത് ഈ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ഈ ക്രിമിനൽ സംഘത്തിലൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളുടെ വാളുകൊണ്ട് ഇയാളുടെ പുറം വശത്തൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റിച്ചുണ്ടായിരുന്നു. അയാൾ കേരളത്തിൽ എവിടെയോ വെച്ച് സ്റ്റിച്ചിട്ടാണെന്ന് രക്ഷപ്പെട്ട എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അപ്പം ആ സ്റ്റിച്ചിൻ്റെ തുന്നലിൻ്റെ പാട് അയാളുടെ ദേഹത്തുണ്ട് എന്ന് പോലീസിന് അറിയാമായിരുന്നു. അപ്പോൾ അയാളുടെ ഷർട്ട് ഊരാൻ പറഞ്ഞു. ഷർട്ട് ഊരി നോക്കിയപ്പോഴാണ് ഈ തുന്നലിൻ്റെ പാട് കണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കമ്പ് കൊണ്ടതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഇന്നലെ കസ്റ്റഡിയിലേക്കും അറസ്റ്റിലേക്കും ഇങ്ങനെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിലേക്ക് നീങ്ങിയത്. കുറേ നാളുകളായി ഈ സവാദ് NIAയുടെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ NIAയിലൊക്കെ ഡെപ്യൂട്ടേഷനിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കേരള പോലീസിലെ കണ്ണൂർ സ്വദേശികളായ കുറച്ച് ഉദ്യോഗസ്ഥർ സഹായം NIA ഇയാളുടെ നിജസ്ഥിതി വ്യക്തമാകുന്നതിന് വേണ്ടി സമീപിച്ചിരുന്നു. അപ്പോൾ അവരും സമാന്തരമായി കേരള പോലീസിലെ NIAയിൽ മുമ്പ് ഡെപ്യൂട്ടേഷൻ ജോലി ചെയ്ത ചില ഉദ്യോഗസ്ഥർ രഹസ്യമായി പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാണ് NIA ഇന്നലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഏതായാലും പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. ഇനി വരാനിടയുള്ളത് ഇയാളുടെ കസ്റ്റഡി അപേക്ഷയാണ്. 24 വരെയാണ് റിമാൻഡ്. അതിനുള്ളിൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങണം. അതിനു മുമ്പായി തന്നെ തിരിച്ചറിയൽ പരേഡ് നടത്തും. സാലി, അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? തിരിച്ചറിയൽ പരേഡ് ഈ സംഭവത്തിൽ വളരെ നിർണായകമാകാൻ പോകുന്ന ഒരു ഘടകം കൂടിയല്ലേ? കാരണം ദൃക്സാക്ഷികളൊക്കെ ഉള്ള സംഭവം കൂടിയാണല്ലോ. അപ്പോൾ ആ തിരിച്ചറിയൽ പരേഡിന്റെ നടപടികളിലേക്കാണോ NIA സംഘം ആദ്യം പോവുക? NIA ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ചറിയൽ പരേഡ് തന്നെയാണ്. കാരണം അതിൽ ഒന്നാമത്തെ ആൾ, തിരിച്ചറിയേണ്ട ഒന്നാമത്തെ ആൾ
നമുക്കറിയുന്ന പോലെ പ്രൊഫസർ ടി ജെ ജോസഫ് തന്നെയാണ്. അദ്ദേഹം ഇന്നലെ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നത്. എവിടെ വെച്ച് കണ്ടാലും ഇയാളെ, കാരണം ഇയാളാണ് ഏറ്റവും ക്രൂരമായ കൃത്യം ചെയ്തയാൾ, സവാദാണ്. അപ്പോൾ അയാളെ എനിക്ക് എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയാൻ കഴിയും എന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് ഇന്നലെ നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പം ഒന്നാമത്തെ സാക്ഷി ആയി ഈ ഇര തന്നെയാണ് വരിക. അപ്പോൾ തിരിച്ചറിയേണ്ടതും ഈ ഇര തന്നെയാണ്. മറ്റൊന്ന് ഈ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ മകൻ, ഭാര്യ, സഹോദരി ഇവരൊരുമിച്ചാണ് അന്ന് ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2010 ജൂലൈ 6 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഒപ്പം ഈ ടി ജെ ജോസഫിനൊപ്പം ഇവർ 3 പേര് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചറിയൽ പരേഡിന് ക്ഷണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയും തിരിച്ചറിയൽ പരേഡാണ് ഇനി ഏറ്റവും ആദ്യം നടക്കേണ്ട ഒന്നാമത്തെ ഘട്ടം. ഇയാളാണ് എന്ന് എല്ലാ തരത്തിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതിനൊരു തർക്കവുമില്ല. പക്ഷേ ഔദ്യോഗിക നടപടിക്രമം എന്ന നിലയ്ക്ക്, നിയമപരമായ നടപടിക്രമം എന്ന നിലയ്ക്ക് അത് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം, ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരാണ് എന്നുള്ളതാണ് രണ്ടാമതായി കണ്ടെത്തേണ്ടത്. ഇക്കാലം അത്രയും ഈ 13 വർഷക്കാലം ഒരുപക്ഷെ കേരളത്തിലുണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ കുറച്ചു കാലം പുറത്തായിരുന്നിരിക്കണം. എന്തായാലും ഇയാൾ ഒളിവിലായിരുന്നു. അത് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം, അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മാത്രം അയാൾക്ക് അങ്ങനെ കഴിയാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റാരെ സഹായിച്ചിട്ടുണ്ട്, അത് ആരാണ് എന്ന് കണ്ടെത്തണം. മറ്റൊന്ന്, അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, ഇയാളാണ് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ കണ്ണി എന്ന് പറയുന്നത്, ഈ കൈവെട്ട് കേസിലെ. അപ്പോൾ അതിൻ്റെ ഗൂഢാലോചനയുടെ കണ്ണികൾ ഇയാൾക്ക് കൃത്യമായി അറിയാം എന്നതാണ് പോലീസിന് NIA മനസ്സിലാക്കുന്നത്. ഇതിനകം തന്നെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ ട്രയലിന് വിധേയരായിട്ടുണ്ട്. പക്ഷേ ആ ഗൂഢാലോചനയുടെ വ്യാപ്തി ഇപ്പോൾ കണ്ടെത്തതിനപ്പുറമുണ്ടോ എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രതിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഇയാളെ ആ അർത്ഥത്തിലും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങൾ ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ തുടർന്നുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സംഭവത്തിലെ ഈ സവാർ എന്ന് പറയുന്ന ഒന്നാം പ്രതിയും മറ്റുള്ള പ്രതികളും ഒക്കെ ഒരു ആയുധം മാത്രമാണ്. ആ ആയുധത്തെ പറഞ്ഞയച്ചവരെ അല്ലെങ്കിൽ ആ പറഞ്ഞയച്ചവരെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഒന്നാം പ്രതി പിടിയിലാവുമ്പോൾ സ്വാഭാവികമായും അയാളുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ പുറകിൽ പ്രവർത്തിച്ച കണ്ണികൾ ആരൊക്കെയാണ്, നമ്മൾ ഈ കണ്ടതിനപ്പുറത്തേക്കുള്ള വ്യാപ്തി അതിനുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിലേക്ക് ഈ നിർണായക സംഭവം എത്തി നിൽക്കുമോ? അങ്ങനെ പ്രതീക്ഷിക്കാമോ സാലി ഈ ഘട്ടത്തിൽ? അക്കാര്യത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടയാൾ പ്രധാനമായും ഈ പ്രതി തന്നെയാണ്. കാരണം തനിക്കും ഒപ്പമുണ്ടായിരുന്ന ക്രിമിനൽ സംഘത്തിനും ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് നടപ്പിലാക്കിയ സംഘടന ഏതാണ് എന്ന് വ്യക്തമാണ്. പോപ്പുലർ ഫ്രണ്ട് SDP ആയിരുന്നു എന്ന് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതികളെല്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടിനെ ദേശീയ തലത്തിൽ തന്നെ നിരോധിക്കപ്പെടുന്നത്. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യക്തമാണ്. പക്ഷേ ആ വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഗൂഢാലോചന എവിടെ നടന്നു, എങ്ങനെ നടന്നു എന്നതൊക്കെ ഇതിനകം തന്നെ ഒരു ചിത്രം NIAയുടെ കയ്യിലുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ എന്തെങ്കിലും ഇയാൾക്ക് പറയാനുണ്ടോ, ഇയാൾക്ക് എന്തെങ്കിലും വെളിപ്പെടുത്താനുണ്ടോ എന്നതാണ് NIA പരിശോധിക്കുന്നത്. ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ കേസിൽ പ്രതികളായ മറ്റാളുകളെല്ലാവരും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ആളുകളായിരുന്നില്ല, ഒരു ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് വന്നവരായിരുന്നില്ല, വളരെ രഹസ്യ സ്വഭാവത്തോടെ സംഘടിക്കപ്പെട്ട ആളുകളാണ്. അപ്പം ഇവരെ, ഈ ക്രിമിനൽ പ്രക്രിയയിൽ പങ്കാളികളായവരെ ഉന്നതരുമായി ബന്ധിപ്പിച്ച കണ്ണിയാണ് സവാദ് എന്നാണ് NIA മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രം തിരിച്ചറിയാനും വെളിപ്പെടുത്താനും കഴിയുന്ന ഒരാൾ സവാദാണ് എന്ന് NIA മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സവാദിൻ്റെ ചോദ്യം ചെയ്യൽ ഈ കേസിൽ 13 വർഷത്തിന് ശേഷവും നിർണായകമാകുന്നത്. മനു. ഓക്കെ. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് ഉടൻ നടത്തിയേക്കും. ഒപ്പം തന്നെ NIA ഉടൻ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിലേക്ക് കൂടുതൽ വെളിച്ചം ഇയാളുടെ അറസ്റ്റ് വീശും എന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ഈ സംഭവം നടത്തിയതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതൊക്കെ വ്യക്തികൾ ചേർന്നാണ് ഈ കാര്യം ആസൂത്രണം ചെയ്തത് എന്നതടക്കമുള്ള വളരെ നിർണായകമായ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.